ഹലോ വെൽക്കം ടു വിസ് ക്യാൻ വ്യൂ. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു ഓർഗാൻസ ഫ്രോക്ക് കാണാം. വളരെ ഈസിയാണ്. ഹാൻഡ് എംബ്രോയ്ഡറി ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ലോട്ടസ് ഡിസൈൻ കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എപ്പോഴും മടക്കിയിടുന്ന പോലെ തന്നെ നമ്മുടെ ലൈനിങ് ക്ലോത്ത് മടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ് എനിക്ക് റെഡി ലെങ്ത്ത് വേണ്ടത്. അപ്പം മുകളിലൊരു 1/2 ഇഞ്ചും താഴെ ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഞാൻ ടോട്ടൽ 13 ഇഞ്ചിലാണ് ഇതുപോലെ വരച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും മുകളിലോട്ടുള്ളതും താഴോട്ടുള്ള സീം അലവൻസൊക്കെ ഞാനിങ്ങനെ വരച്ച് വയ്ക്കും. എനിക്ക് കുറച്ചും കൂടി എളുപ്പം അതാണ്. പിന്നെ ഇതാ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്കിൽ സിപ്പർ അല്ലെങ്കിൽ നമ്മളുടെ ഹുക്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡും ബാക്കിലേക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സൈഡുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡറും ബാക്കിയുള്ള മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോഴും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മാത്രം നമ്മൾ തുടങ്ങുക. ബാക്കിലത്തെ ആ ഒരു എക്സ്ട്രാ പീസ് നമ്മളതിൽ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഏതാണെങ്കിലും ഷോൾഡർ മാത്രമല്ല ഏതളവാണെങ്കിലും. അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആം ഹോളും ഞാനിവിടെ ഒരു 5.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെയും കൂടി 5.5 ഉണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്ത ശേഷം ഞാനതൊന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ മുകളിൽ സീം അലവൻസ് വിട്ടിട്ടാണ് 5.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ലൈനിൽ ഞാനൊരു 1/2 ഇഞ്ച് നമ്മളുടെ 1/2 ഇഞ്ചിൻ്റെ അടുത്ത് മതി എനിക്ക് ഷോൾഡർ സ്ലോപ്പിനുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോഴുള്ള ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്യുക. പ്ലസ് ഒരു 1/4 ഇഞ്ച് ഈസ് നമ്മൾ അതിന് വേണ്ടി ചേർക്കണം. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർക്കുന്നുണ്ട്. അതായത് ഇവിടെ ചെസ്റ്റ് റൗണ്ട് 26 മോളുടെ. 26 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 6.5 കിട്ടും. പ്ലസ് ഒരു 1/4 ഇഞ്ച് ഈസിന് വേണ്ടിയിട്ട് അപ്പോൾ 7.25 കിട്ടും. അപ്പോൾ 7.25 ആദ്യം ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുക, പിന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ 9.5 ഇഞ്ചിൽ ഞാൻ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം നോക്കുക, അത് ഡിവൈഡ് ബൈ 4 ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഒരു 1/4 ഇഞ്ച് ഈസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. അതിനുശേഷം 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ 12 ഇഞ്ചിൽ, അതായത് ആ യോക്ക് പാർട്ടിൻ്റെ എൻഡിലും നമുക്ക് എത്രയാണ് മെഷർമെൻറ്റ് എന്ന് നോക്കുക. 1/4 ഇഞ്ച് എക്സ്ട്രാ ഈസിനായിട്ട് ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മുകളിലേക്ക് കയറ്റി വരയ്ക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ തൂങ്ങിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ ആം ഹോൾ വരച്ചെടുക്കണം. ആം ഹോൾ എപ്പോഴും നമ്മൾ വരച്ച ശേഷം ഒന്ന് അളന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതായത് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്കിവിടെ 12 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് ഉള്ളത്. അതിനൂടെ നമ്മൾ 1 ഇഞ്ച് ഈസിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 13. അപ്പോൾ 13ൻ്റെ പകുതി നമുക്കിവിടെ കിട്ടണം. അപ്പോൾ അതിനേക്കാളും ഒരു 1/4 ഇഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും പ്രശ്നമില്ല. അല്ല നമുക്ക് ഒരു 1/2 ഇഞ്ചിന് മേലെ വ്യത്യാസം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ആം ഹോൾ റൗണ്ട് ഒന്നുകിൽ കയറ്റിയിട്ടോ അല്ലെങ്കിൽ ഇറക്കിയിട്ടോ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് നോക്കിയ ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എല്ലാവർക്കും, വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല എന്ന് മാത്രം. പിന്നെ ഒരു 1/4 ഇഞ്ച് ഞാനൊന്ന് ഉള്ളിലേക്ക് കയറ്റി വരച്ചിട്ടുണ്ട് ഫ്രണ്ട് ആം ഹോളിന്. ഇനി നെക്ക് ലെങ്ത്ത് എനിക്ക് റെഡി അളവ് തയ്ച്ച് കഴിയുമ്പോൾ വേണ്ടത് 2.5 ആണ്. അപ്പം ഞാനിവിടെ 2.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അത് ആ ഫോൾഡഡ് ആയിട്ടുള്ള ഫ്രണ്ട് പോർഷൻ്റെ അവിടെ നിന്ന് മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് 2.25 മാർക്ക് ചെയ്തു. അതുപോലെ 3 ഇഞ്ച് ബാക്കിലോട്ടും 3.5 ഇഞ്ച് ഫ്രണ്ടിലോട്ടും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആസ് യൂഷ്വൽ ഒരു ബോക്സ് വരയ്ക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലായിടത്തും നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ക്രേപ്പിലും കട്ട് ചെയ്തെടുക്കണം. അതുപോലെ മെയിൻ ഫാബ്രിക് എൻ്റെ ഓർഗാൻസയാണ്, അതിലും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെറിയൊരു പഫ് സ്ലീവിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 2 പീസ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഫോൾഡഡ് സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന പോലെ വെക്കുക. ഇനി ഞാൻ മുകളിൽ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യാൻ ഒരു 1/2 ഇഞ്ചും താഴെ ഞാനൊരു 1/4 ഇഞ്ചും കൂടി സീം അലവൻസ് കൊടുത്തിട്ട് ഏകദേശം ഒരു 5.25 ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 10 ഞാൻ വിട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് കൂടുതൽ വിട്ടുള്ള ഫാബ്രിക് എടുക്കുക. ഇനി ഇവിടെ ഞാൻ വളരെ കുറച്ച് പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ പഫിനായിട്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 3 ഇഞ്ചിൽ ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ടോട്ടൽ
നമുക്ക് 10 ഇഞ്ചാണ്. ബാക്കി 7 ഇഞ്ചിൽ നമ്മൾ സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്യണം. അതായത് ആദ്യം 2 ഇഞ്ചിൽ ഞാൻ ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്തു. അതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ കറക്റ്റ് റൗണ്ട്, അതായത് 6.5 ആണല്ലോ നമ്മൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്, അതവിടെ മാർക്ക് ചെയ്തു. അതിന് ശേഷം 1.5 ഇഞ്ച് സീം അലവൻസ്, താഴത്തെ സ്ലീവിൻ്റെ റൗണ്ട് 4.5 ആണ്, അതും മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മളിതാ ഇതേപോലെ പിടിച്ചിട്ട് നമ്മളൊന്ന് സ്ലീവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവിൻ്റെ സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഒന്ന് നോച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബോഡി സ്പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യാനുള്ളത്. സ്കേർട്ട് പാർട്ട് ഞാനിവിടെ ക്രേപ്പ് ലൈനിങ് തന്നെയാണ് എടുക്കുന്നത്. ടോട്ടൽ നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് 44.5 ആണ് ടോട്ടൽ ഫുൾ ഫ്രോക്കാണിത് ലെങ്ത്ത് വരുന്നത്. അതിന്ന് ഞാൻ മുകളിലുള്ള യോക്ക് പാർട്ട് 12 ഇഞ്ചിലാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 32.5 കിട്ടും. പക്ഷേ ഇത് ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 30 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്ന ഈ ലൈനിങ് ക്ലോത്ത് അതിൻ്റെ വിഡ്ത്ത് ഫുൾ എടുക്കുകയാണ്. ഇതിൽ 44 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത്. അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്കും ഒരു പീസ്, ബാക്കിലേക്കും 30 ഇഞ്ചിൻ്റെ ഒരു പീസ്, അങ്ങനെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി മെയിൻ ക്ലോത്ത് ഞാൻ ഓർഗാൻസ ഫാബ്രിക്കാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള ടെമ്പിൾ ഡിസൈൻ വരുന്ന ഓർഗാൻസ ഫാബ്രിക്കാണ്. അത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 32.5 ഇഞ്ചിലാണ്. ഇതിൻ്റെ വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി നിങ്ങൾ എടുത്താൽ മതി. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫോമുല പറഞ്ഞുതരാം. അതിനായിട്ട് ഒരു എക്സാമ്പിളിനായിട്ട് ഞാനിവിടെ വേസ്റ്റ് റൗണ്ട് 26 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഫാബ്രിക് ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇൻറ്റു പ്ലീറ്റ് ഇൻടേക്ക് പ്ലസ് വേസ്റ്റ് റൗണ്ട്. അതായത് ഇവിടെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ 26 ഇഞ്ച് വേസ്റ്റ് റൗണ്ടുള്ള ഒരാൾക്ക് 26 പ്ലീറ്റ്സ് കിട്ടും. ഓക്കെ അല്ലേ? അതേപോലെ 2 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സാണ് നിങ്ങൾ ഇടണമെങ്കിലോ 26 ഇഞ്ച് വേസ്റ്റ് റൗണ്ടുള്ള ആൾക്ക് എത്ര പ്ലീറ്റ്സ് കിട്ടും? 13 പ്ലീറ്റ്സ് കിട്ടും അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇടാൻ പോകുന്നത് 1 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ്. അതുകൊണ്ട് എൻ്റെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്നുള്ളിടത്ത് 26 തന്നെയാണ് വരിക. ഇനി പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്ലീറ്റിൻ്റെയും താഴേക്ക് നമ്മൾ പ്ലീറ്റ് എടുക്കാനായിട്ട് താഴേക്ക് തള്ളി വയ്ക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അത് എത്ര ഇഞ്ച് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് 2 എടുക്കാം, അതല്ലെങ്കിൽ 3 എടുക്കാം. നല്ലോണം ഉള്ളിലേക്ക് തള്ളി വിടണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് വരെ എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് താഴെ വരെയൊക്കെ ആ പ്ലീറ്റ് അതുപോലെ തന്നെ നിൽക്കും. 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ലെവലിലാണ് എടുക്കുന്നുള്ളൂ. കാരണം ക്ലോത്തിൻ്റെ അളവ് അപ്പോൾ അതിനനുസരിച്ച് കൂടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 26/3 ആണ് ഞാൻ പ്ലീറ്റ് ഇൻടേക്ക് ആയിട്ട് എടുക്കുന്നത്, പ്ലസ് വേസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള 26. അപ്പോൾ എനിക്ക് 78 + 26 കിട്ടും, 104 ഇഞ്ചസ് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റേഴ്സിലേക്ക് കിട്ടും. ഇവിടെ എനിക്ക് 2.6 മീറ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 104 ഇഞ്ച് എടുക്കാതെ നമ്മൾ 2 സൈഡിലേക്കും 1.5 ഇഞ്ച് വീതം ഞാനിവിടെ സീം അലവൻസ് ഇട്ടിട്ടുണ്ടല്ലോ ബോഡി പാർട്ടിൽ. അപ്പോൾ ഒരു എക്സ്ട്രാ 3 ഇഞ്ചും കൂടി ചേർത്തി എടുക്കുക. ഓക്കെ, അപ്പോൾ 104ൻ്റെ കൂടെ ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ നിങ്ങൾ ചേർത്തി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സീം അലവൻസ് ഇട്ടതിൻ്റെ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും വരാതെ കറക്റ്റ് പ്ലീറ്റ്സിൻ്റെ അളവ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 32.5 ആണ് നമുക്ക് ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കട്ടിംഗ് പാർട്ട് മാത്രമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ താങ്ക് യു. വേഗം വരാം കേട്ടോ.